ഹലോ, നമുക്കൊരു വറുത്തരച്ച മീൻ കറിയുടെ റെസിപ്പി നോക്കിയാലോ. ആദ്യം ചട്ടി വെച്ചിട്ട് വത്തൽമുളക് വറുത്തെടുക്കണം. വത്തൽമുളക് വറുത്തെടുത്ത് അതിൻ്റെ കൂടെ തേങ്ങയും കുഞ്ഞുള്ളിയും ഇത് രണ്ടും കൂടെ നന്നായിട്ട് ഒത്തിരി കരിയാണ്ട് വറുത്തെടുക്കണം. അത് കഴിഞ്ഞിട്ട് മിക്സിയുടെ ജാറിലോട്ട് ഈ മൂന്നെണ്ണവും പിന്നെ തക്കാളിയും കൂടെ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. അത്യാവശ്യം തരിതരിപ്പുണ്ടാവും, എന്നാലും നല്ല പോലെ പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. എന്നിട്ട് നമ്മൾ ചട്ടി വെച്ചിട്ട് അതിനകത്തോട്ട് എണ്ണ ഒഴിക്കണം ചട്ടി ചൂടാകുമ്പോൾ. എന്നിട്ട് ചട്ടി ഒന്ന് ചുറ്റിച്ചെടുക്കണം. ചട്ടി ചുറ്റിച്ചെടുത്തിട്ട് എണ്ണ നന്നായിട്ട് ചൂടാകുമ്പം അതിലോട്ട് ഉലുവയൊന്നാവുമ്പം കടുകും ഇടാം. അതിൻ്റെ കൂടെ വേണമെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ നമുക്കിടാം. പക്ഷേ ഇവിടെ അതൊന്നും ഇടുന്നില്ല, നമുക്ക് അങ്ങനെയാണ് ഇഷ്ടം. കുഞ്ഞുള്ളിയൊക്കെ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയിട്ട് വേണേൽ ചെയ്യാം. ഇവിടെ ഒന്നുമില്ല. കറിവേപ്പില ഇട്ടിട്ട് നന്നായിട്ട് ഈ അരച്ച് വെച്ച പേസ്റ്റ് എണ്ണയിലോട്ടിട്ടിട്ട് നല്ലപോലെ ആ പച്ചപ്പൊക്കെ തക്കാളിയുടെയൊക്കെ ആ പച്ചപ്പൊന്ന് മാറ്റുന്ന പോലെ ഒന്ന് ചട്ടി വെച്ചിട്ടൊന്ന് വഴറ്റണം. ഇത് ചട്ടിക്കകത്തോട്ടിട്ടിട്ട് നന്നായിട്ടൊന്ന് മൂക്കണ്ട. അതിൻ്റെ ആ ഒരു പച്ചപ്പ് മാറുമ്പം വേണം നമുക്ക് ഇതിലോട്ട് ചേരുന്ന കറി പൗഡർ ഇട്ട് കൊടുക്കാൻ. ആദ്യം ഇതിനകത്തോട്ട് ഇടുന്നത് മല്ലിപ്പൊടിയാണ്. ആവശ്യത്തിനുള്ള മല്ലിപ്പൊടിയും പിന്നെ അതിൻ്റെ കൂടെ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാം. വേണമെങ്കിൽ കാശ്മീരി മുളക് പൊടിയോ അല്ലെങ്കിൽ ഇച്ചിരി കൂടെ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർക്കാം. ഇവിടെ നമ്മൾ ആ വത്തൽമുളകിൻ്റെ എരിവ് മതി ഇവിടെ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതേ ചെയ്യുന്നുള്ളൂ. അതൊന്ന് വഴണ്ട് വരുമ്പോഴത്തേന് നമ്മൾ പുളിവെള്ളവും കൂടെ പുളി ഇട്ട് വെച്ചേക്കുന്ന ആ വെള്ളവും പിന്നെ ഈ അരപ്പും കൂടെ ഒന്ന് ചേർത്ത് നന്നായിട്ട് അടച്ചു വെക്കണം. നല്ലപോലെ തിള വന്ന് കഴിയുമ്പം വേണം മീൻ കഷ്ണം ഇടാൻ വേണ്ടി. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് അടച്ചു വെക്കാം. അത് കഴിഞ്ഞത് നന്നായിട്ട് തിളയ്ക്കണം. നന്നായിട്ട് തിളച്ച് കഴിയുമ്പം ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള മീൻ കഷ്ണം ഇട്ടിട്ട് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് ഇത് മൂടി വെക്കണം. അപ്പോൾ ഇവിടെ മീൻ കഷ്ണം എല്ലാം വെന്തു നല്ലതായിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ എടുക്കണം. അത്രയേ ഉള്ളൂ.